അപ്പോൾ ഇന്ന് എൻ്റെ ദിവസത്തിൻ്റെ സ്കൂളിൽ ഓണപരിപാടി കേട്ടോ. ആൾ രാവിലെ നേരത്തെ ഇന്ന് റെഡി ആയിട്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇടുക പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ത്രില്ലിലായിരുന്നേ. അപ്പോൾ ഞാനിതാ ഒരു 10 മണിയോട് കൂടിയിട്ട് സ്കൂളിലെത്തി. ആ ദിവസം ഒരു 8:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുകളിലായിരുന്നു ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. 10 മണിക്ക് എത്താനാണ് എല്ലാ പേരൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീറ്റിങ്ങും കൂടെ ഉണ്ട്. ഇന്നായിരുന്നു പേപ്പേഴ്സോ കുട്ടികളെ തരിക. അപ്പം അങ്ങനെ ഞാനും മാരിയും കൂടിയിട്ട് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിൽ കയറിയിരുന്നു. അപ്പോഴത്തേനും മെല്ലെ മെല്ലെ എല്ലാ പേരൻസും വരാൻ തുടങ്ങി കേട്ടോ. കുട്ടികളൊക്കെ മുകളിലോട്ട് വന്നു. അതുകൂട്ടനും വന്നിട്ടുണ്ടായിരുന്നേ. അതുകൂട്ടം വന്നപ്പോൾ തൊട്ടിട്ട് ശ്രീകുട്ടൻ ഏട്ടാ വാ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതുവാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഉള്ള കാരണം ഒന്നും മടിച്ച് നിൽക്കുകയായിരുന്നു അടുത്തോട്ട് വരാനായിട്ട്. പിന്നീട് അത് വന്ന് ഓടി വന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ടോ. ആരിതാ അടുത്തിരിപ്പുണ്ട്. ശ്രീകുട്ടനാണെങ്കിൽ ആൾക്കാരെ കണ്ടതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നേരത്തെ കേട്ടോ. പിന്നീട് അത് ഓക്കെ ആയി. അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രയറൊക്കെ തുടങ്ങിയായിരുന്നേ. കുട്ടികളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല കളർഫുള്ളായിട്ടായിരുന്നു എല്ലാവരും. പെൺകുട്ടികൾ പട്ടുപാവാട, ആൺകുട്ടികൾ മുണ്ടും ഷർട്ടും. മാവേലിയൊക്കെ ഉണ്ട് കേട്ടോ. മാവേലി അതൂസിൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുണ്ട് ഞാൻ തലേ ദിവസം കണ്ണേട്ടൻ 2 ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഓട്ടോ എടുത്ത് പോയിട്ട് ഒരു കടയിൽ നിന്ന് കിട്ടിയത് ലാസ്റ്റ് സൈസാണ് പറഞ്ഞിട്ടോ ഞാൻ ആ മുണ്ട് വാങ്ങിച്ചത്. ആൾക്ക് കറക്റ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് കറക്റ്റ് ആയി. അങ്ങനെ കുട്ടികളുടെ ഈ പ്രോഗ്രാം ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കുറേ ദിവസമായി ഒരു ഓണപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. അതായിരുന്നു കേട്ടോ സ്റ്റേജിൽ എല്ലാവരും കൂടെ പാടി നല്ല രസമായിരുന്നു കേട്ടോ. പാട്ട് ഡാൻസ് മാത്രമല്ല കേട്ടോ, കുറേ ഗെയിമുകൾ കൂടെ ഉണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുതടുക, മ്യൂസിക്കൽ ചെയർ, വടംവലി, അതുപോലെ ഉരുളക്കിഴങ്ങ് വെക്കുന്നൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗെയിമിൽ ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു. കാരണം അവൻ മുണ്ടെടുത്തിട്ട് എങ്ങനെ ഓടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു തടഞ്ഞു വീഴുമെന്ന്. പക്ഷേ ആൾ കൂളായിരുന്നു കേട്ടോ. ഞാൻ അതിനോട് മുണ്ട് നോക്കണേ പറയാം. അപ്പോൾ ഓക്കെ പറയാം. പക്ഷേ എനിക്കൊരു ടെൻഷൻ, ആൾ കൂളായിരുന്നു കേട്ടോ. അവൻ നന്നായിട്ട് ചെയ്തത്. അത് വേണമെങ്കിൽ വീട്ടിൽ ഒരു സ്വഭാവം, സ്കൂളിൽ ഒരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. LKG UKG അവൻ വീട്ടിൽ കുറച്ച് വികൃതി ഉണ്ടെങ്കിലും സ്കൂളിൽ കുറച്ച് പാവം പിടിച്ചൊരു കൊച്ചായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിയപ്പോൾ നേരെ തിരിച്ചായിട്ടോ. വീട്ടിൽ കുറച്ച് സമയം ആകെ കിട്ടുന്നുള്ളൂ. അത് പഠിക്കുക, വരയ്ക്കുക, TV കാണുക, അങ്ങനെയൊക്കെ പോകും. സ്കൂളാണ് ഫുൾ ആക്റ്റീവായി. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ ആൾ ഫുള്ള് മാറിയിട്ടോ. ഞാൻ വളരെ സൈലൻ്റായി. എൻ്റെ മുഖൻ്റെ വേറൊരു മുഖമായിരുന്നു ഞാൻ സ്കൂളിൽ കണ്ടത്. എൻ്റെ ഒരു പാട്ടിട്ടപ്പോൾ ഫുള്ള് ഡാൻസ് ആയിരുന്നു. അവൻ എൻ്റെ മുന്നിൽ ഒരു ഡാൻസ് കളിച്ചത് അതൊന്നൊക്കെ ഞാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര നാണക്കേടാണ്. പക്ഷേ സ്കൂളിൽ ഒരു നാണക്കേട് ഞാൻ കണ്ടില്ല കേട്ടോ. ഫുൾ ആക്റ്റീവായിരുന്നു. അത് ഞാൻ ഞെട്ടിപ്പോയി അവനെ കണ്ടപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. ആരടുത്തും സംസാരിക്കാത്ത എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാട്ടോ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കളെല്ലാം എനർജി എടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ആ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവർ ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ച് എന്ത് ഭംഗിയോടെയാണെന്നറിയാം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഓണ സദ്യ കഴിക്കാൻ ഇരുന്നത് കണ്ടപ്പോൾ കേട്ടോ. നല്ല വൃത്തിക്ക് എല്ലാ മക്കളും കേട്ടോ ഒരേപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മക്കളും ഓണസദ്യ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഹാപ്പി ആയിട്ട് നിലത്തിരുന്ന് കഴിക്കുവാണ് കേട്ടോ. എൻ്റെ ശ്രീകുട്ടനും എന്താ അപ്പുറത്തെ ബെഞ്ചിലിരുന്നിട്ട്, പാരൻസൊക്കെ ബെഞ്ചിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ശ്രീകുട്ടനും പപ്പടമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വടംവലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് പേപ്പേഴ്സൊക്കെ, അതിൻ്റെ എക്സാം പേപ്പേഴ്സൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചത്. അപ്പോൾ കുറച്ച് നേരം കിട്ടിയപ്പോൾ അതേ ശ്രീകുട്ടനൊക്കെ ഊഞ്ഞാലിരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് അതും കളിച്ചായിരുന്നു കുറച്ച് നേരം. പിന്നെയാണ് ഓർത്തത് ഞങ്ങളിട്ട പൂക്കളം കണ്ടില്ലല്ലോ അമ്മ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് വേഗം പൂക്കളം ഫോട്ടോ എടുക്കാനായിട്ടാണ് പോയതാട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഈ കുഞ്ഞ് തിരക്കുള്ളതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും പറ്റുന്നില്ലാതെ. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ. ടാറ്റാ ബൈ, സീ യു.